Hi students, next unit, social interaction and human values. We are discussing block 4, unit 2. So our society, that is human society, is a product of interaction. So നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ ഇൻ്ററാക്ഷൻ്റെ ഫലമായിട്ട് സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്ററാക്ഷൻ്റെ റിസൾട്ടാണ് അല്ലേ. ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റും. സോ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ടാണ് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത്. Social interaction is the process by which we can act and react in relation to those around us. അതായത് സോഷ്യൽ ഇൻ്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്സ് അല്ലേ. ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ട് ആൻഡ് റിയാക്ട് ചെയ്യണം, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഇൻ റിലേഷൻ ടു ദോസ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവരുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ആൻഡ് റിയാക്ഷൻസ്, അതിനെയാണ് നമുക്ക് എന്താ പറയാം, ഇൻ്ററാക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. അത് തന്നെയാണ് ഇൻ്ററാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യൽ ഇൻ്ററാക്ഷൻ എന്താണ്? സോഷ്യൽ ഇൻ്ററാക്ഷൻ റിക്വയർസ് എ മ്യൂച്വൽ ഓറിയൻറ്റേഷൻസ്. ദാറ്റ് ഈസ്, ഇവിടെ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിലൊരു മ്യൂച്വലായിട്ട്, അതായത് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, സോഷ്യൽ ഇൻ്ററാക്ഷൻസ് എന്ന് വരുന്നത്. ഇനി സോഷ്യൽ ഇൻ്ററാക്ഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സോഷ്യൽ ഇൻ്ററാക്ഷൻ എങ്ങനെയൊക്കെ, ഏതൊക്കെ രീതിയിലാണ് വരിക? കൾച്ചർ, അതിന് നോംസ് ആൻഡ് വാല്യൂസ് ഉണ്ടായിരിക്കും. സൊസൈറ്റി, പേഴ്സണാലിറ്റി, ബയോളജി, നമ്മുടെ ജെനറ്റിക്സ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെ കമ്മ്യൂണിക്കേഷൻ വരും. കൾച്ചർ, ഓരോരുത്തർ കൾച്ചർ അനുസരിച്ചിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ഇൻ്ററാക്ഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ സൊസൈറ്റിയിൽ ഇതേപോലെ ഇൻ്ററാക്ഷനിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. പേഴ്സണാലിറ്റി, ഇതൊക്കെ ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മളുടെ ഇൻ്ററാക്ഷൻസ്. അതേപോലെ ജെനറ്റിക്സ്, ഓരോരുത്തർ നാച്ചുറലി ചിലർ നന്നായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലർ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അങ്ങനത്തെ ആൾക്കാരായിരിക്കും. ഇനി സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ആർ ദ ആക്ഷൻസ് ഓർ പ്രാക്ടീസസ് ഓഫ് ടു ഓർ മോർ പീപ്പിൾ മ്യൂച്വലി ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഈച്ച് അതേഴ്സ് സെൽഫ്. ദാറ്റ് ഈസ് എനി ബിഹേവിയർ ദാറ്റ് ട്രൈസ് ടു ടേക്ക് അക്കൗണ്ട് ഓഫ് ഈച്ച് അതേഴ്സ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓർ ഇൻറ്റൻഷൻസ്. അപ്പോൾ സോഷ്യൽ ഇൻ്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്. ഇതൊക്കെ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ അവർ മ്യൂച്വലി അവരുടെ ഒരു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ദീസ് സോഷ്യൽ ഇൻ്ററാക്ഷൻസ് റിക്വയർസ് മ്യൂച്വൽ ഓറിയൻറ്റേഷൻ എന്ന് എപ്പോഴും പറയും. അതായത് രണ്ട് പേർക്കും അതിലോടൊരു എന്താ പറയുക, ഞാനൊരാളോട് സംസാരിക്കുമ്പോൾ അത് മറ്റാൾ കേട്ടിരിക്കണം, അപ്പോഴാണ് അവിടെ ഇൻ്ററാക്ഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അവിടെ ഇൻ്ററാക്ഷൻ വരിക. ഇപ്പം നമ്മൾ സോഷ്യൽ ഇൻ്ററാക്ഷൻ വരുന്ന സമയത്ത് അവിടെ നമ്മൾ മറ്റുള്ളവരെ ഒരു ഒബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു സാധനമായിട്ടോ, അനിമൽസ്, ഇതൊന്നും അവിടെ എന്ത് വരില്ല, അവിടെ സോഷ്യൽ ഇൻ്ററാക്ഷൻ വരും എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മെഷീൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും ഒരു സോഷ്യൽ ഇൻ്ററാക്ഷൻ അല്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, അറിഞ്ഞിരിക്കണം. നമ്മൾ പറയുന്ന ആൾക്കാർ അത് മറ്റാളെ അറിഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി നമ്മൾ രണ്ടുപേരും മ്യൂച്വലി ഇൻ്ററാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഇൻ്ററാക്ഷൻ വരുന്നത്. ഇനി ഇൻ്ററാക്ഷൻ്റെ ടൈപ്പാണ് പറയുന്നത്. ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലേ. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഇൻ്ററാക്ഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി പ്രധാനമായിട്ട് there are two main types of interaction, വെർബൽ ആൻഡ് നോൺ വെർബൽ. രണ്ട് തരത്തിലുള്ള ഇൻ്ററാക്ഷനാണ് വരുന്നത്. വെർബലും ഉണ്ട്, നോൺ വെർബലും ഉണ്ട്.
വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് എക്സ്ചേഞ്ച് ഓഫ് മീനിങ് ത്രൂ ദ യൂസ് ഓഫ് ലാംഗ്വേജ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മീനിങ് എക്സ്ചേഞ്ച് ചെയ്യണം, ഒരു ഭാഷയിലൂടെ മീനിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് എക്സ്പ്രസ്സസ് ദ ഫീലിങ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. നമ്മുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരാൾ ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ എന്നൊക്കെ, അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭാഷയിലൂടെ, അവിടെ നമ്മൾ വാക്കുകളിലൂടെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ അവിടെ ഭാഷയല്ല, അവിടെ നമ്മൾ അതായത് നമ്മൾ എന്താ പറയുക, ജസ്റ്റേഴ്സൊക്കെ പറയില്ലേ, നമ്മുടെ ഐ കോണ്ടാക്റ്റ്, വോക്കൽ വേരിയൻസ്, ജസ്റ്റേഴ്സ്, ആക്ഷൻസ്, അതൊക്കെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇവിടെ എന്ത് വരുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഒന്നുകൂടി ഇൻ്ററാക്ഷൻ ഈസി ആക്കാൻ സഹായിക്കുന്നതാണ് ഈ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ലൈഫ് തുടങ്ങുന്നത് തന്നെ എന്താണ്, ഒരു ഡേ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇൻ്ററാക്ഷനാണ്. നമ്മൾ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഹോസ്റ്റൽ മേറ്റ്സായിട്ട് ഇൻ്ററാക്ട് ചെയ്യും, സ്റ്റുഡൻസ് ആണെങ്കിൽ. പിന്നെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫെലോ ട്രാവലേഴ്സായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്, കൊളീഗ്സ്, നമ്മൾ ഓഫീസിൽ കൊളീഗ്സായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ സ്ട്രേഞ്ചേഴ്സായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു ഇൻ്ററാക്ഷൻ വരുന്നുണ്ട്. The interactions can be friendly interactions, unfriendly interactions or just normal interaction. പല തരത്തിലുള്ള ഇൻറ്ററാക്ഷൻ ഉണ്ട്, ഫ്രണ്ട്ലി, നോൺ ഫ്രണ്ട്ലി, അങ്ങനെ പല രീതിയിൽ ഇൻറ്ററാക്ഷൻസ് ഉണ്ട്. ഇനി ഇൻറ്ററാക്ഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കാം, കാഷ്വൽ ആയിരിക്കാം, ഫോക്കസ്ഡ് ആയിരിക്കാം, പല രീതിയിൽ. സാധാരണ സംസാരിക്കാം, നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കാം, ഫോക്കസ് ചെയ്യാതെ സംസാരിക്കാം. ഇനി വെർബൽ ഇൻറ്ററാക്ഷനെ കുറിച്ച് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ, ഇൻട്രാക്ഷൻ ത്രൂ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഈസ് കോൾഡ് വെർബൽ. വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകളിലൂടെയൊക്കെ സംസാരിക്കുന്നതാണ് ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഈസ് കോൾഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സംസാരിക്കുക, അതൊക്കെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. സ്പീച്ച്, അതേപോലെ ഭാഷ, ഇതൊക്കെ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ the tool of interaction refers to those which is actually help us in interacting. ഇനി നമുക്ക് ഇൻ്ററാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇനി വെർബൽ ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാക്കുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് വെർബൽ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെർബൽ ഇൻ്ററാക്ഷനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ ഇൻ്ററാക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടൊരു വാക്കുണ്ട്, ദാറ്റ് ഈസ് എ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യനൊരു സമൂഹ ജീവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീ ഈസ് ബോൺ ഇൻ സൊസൈറ്റി, ലീവ്സ് ഇൻ സൊസൈറ്റി ആൻഡ് ഡൈസ് ഇൻ സൊസൈറ്റി. നമ്മൾ സമൂഹത്തിൽ ജനിച്ച്, സമൂഹത്തിൽ ജീവിച്ച്, സമൂഹത്തിൽ മരിക്കുന്നു. സോ നമ്മളൊരു സോഷ്യൽ അനിമലാണ്. ദെർഫോർ മാൻ വിൽ ഇൻ്ററാക്ട് വിത്ത് ഈ അതർ സോഷ്യൽ ബീയിങ്സ് ഫോർ ഫുൾഫില്ലിങ് ഹിസ് നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്. അപ്പോൾ ഓരോ മനുഷ്യനും എന്ത് ചെയ്യേണ്ടി വരും, ഇതേപോലെ ഇൻ്ററാക്ഷൻ നടത്തേണ്ടി വരും, അല്ലേ? നമ്മുടെ നമ്മൾ സൊസൈറ്റിയിലുള്ള മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻ്ററാക്ഷൻ ചെയ്യേണ്ടി വരും. സപ്പോസ് ഐ ലൈക്ക് ടു ടോക്ക് ടു യു ആൻഡ് യു ലൈക്ക് ടു ലിസൺ. എനിക്ക് ഒരാളോട് സംസാരിക്കണമെന്നുണ്ട്, അല്ലെ, കേൾക്കണം എന്നുണ്ട് വിചാരിക്കാം. വി വിൽ ഗെറ്റ് അലോങ് ഫൈൻ ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇൻ്ററാക്ഷൻ വാസ് ഫെയർ. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഇൻ്ററാക്ഷൻ ഫെയർ ആണെന്ന് പറയാം. ബട്ട് ഇഫ് ഐ ലൈക്ക് ടു ടോക്ക് ആൻഡ് യു ഡു നോട്ട് ലൈക്ക് ടു ലിസൺ, വി വിൽ നോട്ട്, അതായത് നമുക്ക് ഒരാൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്, മറ്റൊരാൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല, ഇൻ്ററാക്ഷൻസ് അധികം ഉണ്ടാവില്ല. So we see that interactions is a series of such exchanges. Our life revolves around such interactions. അപ്പം ഒരു സീരീസ് ഓഫ് എക്സ്ചേഞ്ച് ആണ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്ററാക്ഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്, ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ
അതേപോലെ തന്നെ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരം, വീട്ടിൽ വൈഫ് ഹസ്ബൻഡ് മാരേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംസാരം, അങ്ങനെ നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വാക്കുകളിലൂടെ നടക്കുന്നുണ്ട്, വാക്കുകളിലൂടെ വേർഡ്സിലൂടെ നടക്കുന്നുണ്ട്. ടു ഹാവ് വി മസ്റ്റ് മേക്ക് യൂസ് ഓഫ് സെവറൽ ടൂൾസ് ഓഫ് ഇൻ്ററാക്ഷൻസ്. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. സോ ടൂൾസ് മീൻസ് ദാറ്റ് ഹെൽപ്സ് അസ് ടു ഇൻ്ററാക്റ്റ്, നമുക്ക് ഇൻ്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ടൂൾസ് ഓഫ് ഇൻ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 2 തരത്തിൽ വരുന്നുണ്ട്. നെഗറ്റീവ് മീനിങ്ങും പോസിറ്റീവ് മീനിങ്ങും ഉണ്ടാകുന്ന പറയുന്ന 2 ടൈപ്സ് ഓഫ് ടൂൾസ് വരുന്നുണ്ട്. ടൂൾസ് ഓഫ് ഇൻ്ററാക്ഷൻ, പോസിറ്റീവ് ടൂൾസ് ഓഫ് ഇൻ്ററാക്ഷനും ഉണ്ട്, നെഗറ്റീവ് ടൂൾസ് ഓഫ് ഇൻ്ററാക്ഷൻസും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മറ്റൊരാളെ കുറിച്ച് ഗോസിപ്പ് പറയുക, അതേപോലെ പിന്നിൽ നിന്നിട്ട് സംസാരിക്കുക, പറഞ്ഞിരിക്കുന്നത് ആദ്യം പറയുന്നത് നെഗറ്റീവ് ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. അതായത് ഗോസിപ്പ് അല്ലേ. ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് ഇൻഫോർമൽ ടോക്സ് എബൌട്ട് അതർ പീപ്പിൾ. ബാക്ക് ബൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റം പറയുക, ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് ബാക്ക് ബൈറ്റിംഗ് എന്ന് പറയാം. ഈവ്സ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുക, ഈവ്സ് ഡ്രോപ്പിംഗ്, ഒളിച്ചു നിന്ന് കേൾക്കുക. പിന്നെ ഡ്രോപ്പിംഗ് നെയിംസ്, യൂസിങ് നെയിംസ് ഓഫ് ഫേമസ് പീപ്പിൾ ടു ഇംപ്രസ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേമസ് ആയ ആൾക്കാരുടെ പേര് ഉപയോഗിക്കുക, അതിനെ ഡ്രോപ്പിംഗ് നെയിംസ് എന്ന് പറയാം. ഇതൊക്കെയാണ് നെഗറ്റീവ് ടൂൾസ് ഓഫ് ഇൻ്ററാക്ഷൻ വരുന്നത്. ഇനി നമുക്ക് എന്താ പറയുക, ഇതേപോലെ പോസിറ്റീവ് ടൂൾസ് ഓഫ് ഇൻ്ററാക്ഷൻ ഉണ്ട്. പോസിറ്റീവ് ടൂൾസിൽ വരുന്നത് എന്തൊക്കെയാ വെച്ചാൽ ഫ്ലാറ്ററി. ഇതൊക്കെ നമ്മൾ ഈ നെക്സ്റ്റ് ഇതിൽ കാണിക്കുന്നത് ഈ പറയുന്ന ഈവ്സ് ഡ്രോപ്പിംഗ് നെയിംസ്, ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. ഗോസിപ്പ്, ഇതിനൊക്കെ പിക്ചേഴ്സാണ്. ഗോസിപ്പ് ചെയ്യുന്നതും പിന്നിന്ന് സംസാരിക്കുന്നതും ഒളിച്ച് സംസാരിക്കുന്നതും അതിൻ്റെയൊക്കെ പിക്ചേഴ്സാണ്. ഇനി പോസിറ്റീവ് ടൂൾസ് ഓഫ് ഇൻ്ററാക്ഷൻസ് ഉണ്ട്. അതിൽ വരുന്നത് ഫ്ലാറ്ററി, സിമ്പത്തി, പേഷ്യൻസ്, ലിസണിങ്. ഫ്ലാറ്ററി എന്ന് പറഞ്ഞാൽ മുഖസ്തുതി, മറ്റുള്ളവരെക്കുറിച്ച് നമ്മളിങ്ങനെ പൊക്കി പറയുക. സിമ്പത്തി എന്ന് പറഞ്ഞാൽ സഹതാപം. പൊളൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ മര്യാദ. ലിസണിങ് എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഇപ്പം ഇങ്ങനെ നമുക്ക് 4 തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് വരുന്നുണ്ട് ഇൻ്ററാക്ഷൻ. സോ ഫസ്റ്റ് വൺ പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. അതിപ്പോൾ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പല എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ബ്യൂട്ടിയാണ് അവരുടെ ഒരു അട്രാക്ഷനായിട്ട് പറയുന്നത്. അതേപോലെ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ റിച്ച് ആണോ എന്നാണ് നോക്കുക, അങ്ങനെ പറയാറുണ്ട്. ഇവിടെ നല്ല സക്സസ്ഫുൾ ബിസിനസ്മാൻ്റെ കൂടെ അവരുടെ കൈ കോർത്ത് പിടിക്കുകയാണ് എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി. സോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഷീ ഹാസ് ബ്യൂട്ടി ആൻഡ് ഹി ഹാസ് ദ കപ്പാസിറ്റി ടു ടേക്ക് ഹർ ടു ഗ്ലാമറസ് പ്ലേസസ് ആൻഡ് ബൈ ഹർ എക്സ്പെൻസീവ് തിങ്സ്. അതായത് അവൾക്ക് ബ്യൂട്ടി ഉണ്ട്, അയാൾക്ക് ഇഷ്ടംപോലെ പൈസ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഷോർട്ട് കമ്മിങ്സ് അറിയാം, ബട്ട് ദേ ആർ ഇൻ്ററാക്ടിങ് വെൽ വിത്ത് ഈച്ച് അതർ. അപ്പോൾ അവിടെ ഇൻ്ററാക്ഷൻ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരാളുടെ ഒരു കുറവ് മറ്റൊരാളത് ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് ശരിയാണ്, ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്കൂളുകളിൽ മുതൽ തന്നെ ഈ പറയുന്ന ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ്, ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ ബെനിഫിറ്റ് ചെറുപ്പം മുതലേ ഉണ്ടായിരിക്കും. ഇപ്പോൾ നഴ്സറി സ്കൂളിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളെ വലിയ മുതിർന്ന ആൾക്കാർക്ക് നല്ല ഭംഗിയുള്ള കുട്ടികളെ തന്നെയാണ് ഇഷ്ടം, ടീച്ചേഴ്സിനും ക്ലാസ്മേറ്റ്സിനൊക്കെ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ കോംപ്ലിമെൻ്റ് ലഭിക്കും. അപ്പോൾ ഇവിടെ
അട്രാക്ഷൻസ് എപ്പോഴും ബ്യൂട്ടി ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ ബേസിലുള്ള അട്രാക്ഷൻസാണ് കൂടുതൽ വരുന്നത്. പിന്നെ അതിൽ വരുന്ന പിന്നെ അടുത്തത് അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. നമ്മളൊരു ഫിസിക്കൽ അപ്പിയറൻസ് നല്ലതാവുമ്പോൾ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഒരു ഇമ്പ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നല്ല നീറ്റ്ലി ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് സംസാരിക്കാൻ മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഫ്ലാറ്ററി ഈസ് ഓവർഡ്യൂ പ്രൈസ് ഓഫ് സംബഡി ഓർ സംതിങ് ഇൻ ഓർഡർ ടു പ്ലീസ് ദം. നമ്മൾ മറ്റൊരാളെ ഇതാക്കാൻ വേണ്ടിയിട്ട് മുഖസ്തുതി പറയാമെന്ന് പറയില്ലേ, ഒരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ഫ്ലാറ്ററി. അപ്പോൾ നമ്മൾ മുഖസ്തുതി പറയുമ്പോൾ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, എങ്ങനെ നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ പറയുന്നുണ്ട്. ഫ്ലാറ്ററി ആസ് എ പ്രൈസ് ആസ് ദ 2 ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഓഫ് പോസിറ്റീവ് ഇൻറ്ററാക്ഷൻ. സോ പോസിറ്റീവ് ഇൻറ്ററാക്ഷൻ്റെ പ്രധാനപ്പെട്ട 2 ടൂളാണ് ഫ്ലാറ്ററി എന്ന് പറയുന്നത്. The others is by interacting the flattery you will get anywhere. നമ്മൾ ഒരു മുഖസ്തുതി വെച്ചിട്ടുള്ളൊരു ഇൻറ്ററാക്ഷനാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ മുഖസ്തുതി. അതൊരു നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. ദ ട്രഡീഷണൽ ഫോക്ക് വിസ്ഡം ഹവർ ടീച്ചേഴ്സ് ആസ് ടു ഫ്ലാറ്ററി വിൽ ഗെറ്റ് യു nowhere. The Dale Carnegie approach flattery could also be faulted because you might suspect that someone who praises you ലാവിഷ്ലി ഈസ് യുവർ. അപ്പം പിന്നെ ചില സ്ഥലത്ത് ചിലതിൽ പണ്ടത്തെ ചിലതിൽ ഫ്ലാറ്ററി വേണ്ടാന്ന് പറയുന്നുണ്ട്. കാരണം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫ്ലാറ്ററി ചെയ്യാറുണ്ടെന്ന് പറയും. ദ നൈസ് കമൻറ്റ്സ് ഡയറക്റ്റഡ് അറ്റ് യു മേ ബി മിയർലി ഡിവൈസ്ഡ് ടു ഗെറ്റ് യുവർ മണി. അപ്പോൾ ചിലപ്പോൾ നമ്മളെ നന്നായിട്ട് പറയുന്നത് നമ്മുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിനെ സോപ്പിടുക പറയില്ലേ, മുഖസ്തുതി ചെയ്യാൻ സാധ്യതയുണ്ട്. Supporters of use of flattery say that the best part of flattery is the flattery makes you polite, kind and considerate. So ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫ്ലാറ്ററി എന്ന് പറയുന്നതാണ് പൊളൈറ്റ് ആൻഡ് കൈൻഡ് ആയിട്ട് നമ്മൾ മാറ്റുക എന്നാണ് പറയുന്നത്, സപ്പോർട്ടേഴ്സ് പറയുന്നത്. Such peoples are always appreciated in the groups, thus it will lead you anywhere. നിങ്ങൾ എവിടെ വേണമെങ്കിൽ നിങ്ങളെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഈ ഫ്ലാറ്ററി കൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ് ഫ്ലാറ്ററി എന്ന് പറയുന്നുണ്ട്. പിന്നെ സിമ്പതിയാണ് അടുത്തത്, സഹതാപം അല്ലേ. ദ മൊമെൻറ്റ് യു ഷോ സിമ്പതി യു ക്യാൻ ഏൺ എ ലോട്ട് ഓഫ് റിഗാർഡ്. നമുക്ക് സിമ്പതി ഉണ്ടെങ്കിൽ നമുക്കൊരു അപ്രീസിയേഷൻ, വി ഹാവ് ഗ്രേറ്റ് അപ്രീസിയേഷൻ ഫോർ ദോസ് ഹൂ സിമ്പതൈസ് വിത്ത് അസ് അല്ലേ. നമുക്കെപ്പോഴും വളരെ നല്ലൊരു ഇതാണ് നമ്മൾ സിമ്പതൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഏർണിങ്സ് ലഭിക്കും. നമ്മൾ മറ്റുള്ളവരെ സിമ്പതൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഗ്രേറ്റ് അപ്രീസിയേഷൻ ലഭിക്കും. വി ഹാവ് ഗ്രേറ്റ് അപ്രീസിയേഷൻ ഫോർ ദോസ് ഹൂ സിമ്പതൈസ് വിത്ത് അസ് ബിക്കോസ് ഇൻ ദ കോഴ്സ് ഓഫ് എ പേഴ്സൺസ് ലൈഫ് മെനി തിങ്സ് ക്യാൻ ഹാപ്പൻസ് ടു ഹിം ഓവർ വിച്ച് ഹി ഹാസ് നോ റിയൽ കൺട്രോൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൺട്രോളിലല്ലാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അപ്പം നമ്മളോട് ആരെങ്കിലും സിമ്പതി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വളരെയധികം അവരെ ഒരു അപ്രീസിയേഷൻ നമുക്ക് തോന്നും അവരോട്. സോ സിമ്പതി വളരെ നല്ലൊരു എഫക്റ്റീവ് ടൂളാണ്. നമുക്ക് മറ്റൊരാളെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു സിമ്പതി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പലതരം പ്രശ്നങ്ങൾ വരാം അല്ലേ. അതായത് ഫ്ലഡ് വന്നിട്ട് വീട് നഷ്ടപ്പെടാം, അതേപോലെ തന്നെ പല അസുഖങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് സംഭവിക്കാം, നമ്മുടെ കൺട്രോളിലില്ലാതെ ഫയർ പല പ്രശ്നങ്ങളും നമുക്ക് വരാം. സോ അവിടെയൊക്കെ നമ്മളുടെ ഒരു സിമ്പതി നമുക്ക് ആരെങ്കിലും നമ്മളോട് കാണിക്കുമ്പോൾ നമുക്ക് അവരോട് വളരെയധികം ഒരു സ്നേഹം തോന്നും. സോ പിന്നീടുള്ള ലൈഫിൽ നമുക്കതൊരു പലർക്കും ഇങ്ങനെ നമ്മളൊരു ചെയ്യുമ്പോൾ അത് ബെനിഫിറ്റ് ആയിരിക്കും. ദീസ് അൺഫോർച്ചുനേറ്റ് പീപ്പിൾ മേ ബിക്കം ഹെൽപ്ലെസ് വിക്ടിംസ് ഓഫ് ഫെയ്റ്റ് ആൻഡ് എക്സ്പെക്റ്റ് യുവർ സിമ്പതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ
ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നവർ നമ്മുടെ ഒരു സിമ്പതി എക്സ്പെക്റ്റ് ചെയ്യും. ദിസ് ഈസ് ആൾസോ അവർ മോറൽ കോഡ് ഓഫ് കണ്ടക്ട്. നമ്മളൊരു സിമ്പതി എന്ന് പറയുന്ന മോറൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ബട്ട് അറ്റ് ടൈംസ് വി അവോയ്ഡ് ഹെൽപ്പിംഗ് വിത്ത് സച്ച് പേഴ്സൺസ് ആൻഡ് യൂസ് ദം justify your behavior. We often say people get what they deserve and deserve what they get. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, പീപ്പിൾ ഗെറ്റ് വാട്ട് ദേ ഡിസേർവ്. അവരെന്താണോ ഡിസേർവ് ചെയ്യുന്നത് അവർക്ക് കിട്ടും. ആൻഡ് ഡിസേർവ് വാട്ട് ദേ ഗെറ്റ്. പിന്നെ പൊളൈറ്റ്നെസ് എന്നാണ്. പൊളൈറ്റ്നെസ് എന്ന് പറയുന്നതും വളരെ നല്ലൊരു പോസിറ്റീവ് ടൂളാണ്. പൊളൈറ്റ്നെസ് that is manners makes a man to rule a new rule in the global world. നമ്മൾ മാനേഴ്സ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. We must know how to talk, how to behave, how to respond, how to welcome guests and how to be extra nice. നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഹൗ ടു വെൽക്കം ഗസ്റ്റ്, നമ്മൾ ഗസ്റ്റിനെ എങ്ങനെ വെൽക്കം ചെയ്യണം, നമുക്ക് എക്സ്ട്രാ നൈസ് എങ്ങനെ ആവാം. ലേണിംഗ് ദ ബേസിക് റൂൾസ് ഓഫ് പൊളൈറ്റ്നെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പൊളൈറ്റ്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. റൂൾസ് ഓഫ് പൊളൈറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. We must understand the benefit of politeness as a tool of positive interaction. So ഒരു പോസിറ്റീവ് ഇൻറ്ററാക്ഷന് നമുക്ക് ഏത് ഉപയോഗിക്കാം, ഈ റൂൾ പൊളൈറ്റ്നെസ് യൂസ് ചെയ്യാം. ഇനി നോൺ വെർബൽ ഇൻറ്ററാക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു വാക്കുകളിലൂടെ അല്ലാതെയുള്ള ഇൻറ്ററാക്ഷനെ നോൺ വെർബൽ ഇൻറ്ററാക്ഷൻസ് എന്ന് പറയാം. 93% of our communication is through body language and 7% of communication through words. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ 93% എങ്ങനെയാണ്, ബോഡി ലാംഗ്വേജ് ആണ്. 7% ആണ് നമ്മൾ വാക്കുകൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പലതരം ജസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ബോഡി ലാംഗ്വേജിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ജസ്റ്റേഴ്സിന് എക്സാമ്പിളാണ് വി സൈൻ. നമ്മൾ വിക്ടറി സൈൻ എന്ന് പറയും. അപ്പോൾ ഇതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ വേൾഡ് വാറിൻ്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിലെ ഒരു വിജയം അത് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തതാണ് ഈ പറയുന്ന വി സൈൻ, നമ്മൾ 2 വിരൽ വെച്ചിട്ട്. പിന്നെ അടുത്തത് മുഷ്ടി ചുരുട്ടിയിട്ട്, അതായത് ക്ലെൻച്ച്ഡ് ഫിസ്റ്റ് എന്ന് പറയും. നമ്മളൊരു റെവല്യൂഷൻ, ഒരു സ്ട്രഗിൾ, ഒരു സമരം ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഹാൻഡ് ഷേക്ക് അല്ലേ, അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ വളരെയധികം നല്ലൊരു വെപ്പണാണ്. അതായത് നമ്മൾ ഫ്രീ ഓഫ് നല്ലൊരു ഇതാണ്, ടൂളാണ്. ഫ്രീ ഓഫ് വെപ്പൺസ് എന്നാണ് അർത്ഥം. നമ്മൾ കൈ ഇങ്ങനെ, നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല എന്നാണ് അർത്ഥം ഹാൻഡ് ഷേക്കിൻ്റെ. പിന്നെ അടുത്തത് കോഡ്സി. കോഡ്സി എന്ന് പറഞ്ഞാൽ നല്ല മാനേഴ്സ്, എത്തിക്സിനെയാണ് കോഡ്സി എന്ന് പറയുക. എ ജെൻറ്റിൽമാൻ ഈസ് വൺ ഹൂ ഡസ് നോട്ട് കോസ് ഇൻകൺവീനിയൻസ് ടു അതേഴ്സ്. നല്ലൊരു ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരു വ്യക്തിനെ നമുക്ക് ജെൻറ്റിൽമാൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ഗുഡ് മാനേഴ്സ് ആൻഡ് എത്തിക്സ് ആക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി. ഗുഡ് മാനേഴ്സും എത്തിക്സും ആണ് നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. അക്കംപനീഡ് ബൈ എ സ്മൈൽ ആൻഡ് പ്ലസൻറ്റ് വേർഡ്സ് അല്ലേ. നല്ല പെരുമാറ്റം, അതേപോലെ നല്ല ചിരി, പുഞ്ചിരി, നല്ല വാക്കുകൾ. ദാറ്റ് അലോൺ മേക്ക് യു എ ട്രൂ പേഴ്സൺ ഓഫ് വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നല്ല പേഴ്സൺ ഓഫ് വാല്യൂസ് ആയിട്ട് മാറാൻ സാധിക്കും. ഇനി ഫ്രണ്ട്സാണ്. സിമ്പിൾ എക്സ്ചേഞ്ച് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ക്യാൻ ബി ക്വയറ്റ് റിവാർഡിങ് അല്ലേ. എക്സ്ചേഞ്ച് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം റിവാർഡിങ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ കോഡ്സിയിൽ നമുക്ക് നമുക്ക് മറ്റുള്ളവരോടുള്ള ഫീലിങ്സിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ഈ കോഡ്സി എന്ന് പറയുന്നത്. അതിൽ വരുന്ന നമ്മുടെ മറ്റുള്ളവർ, നമുക്ക് എന്താണ് അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കോഡ്സി വരുന്നുണ്ട്. അതായത് പാരൻറ്റ്, ചൈൽഡ്, ടീച്ചർ, സ്റ്റുഡൻറ്റ്, എംപ്ലോയർ, എംപ്ലോയി, ഹസ്ബൻഡ്, വൈഫ്, ഡോക്ടർ, പേഷ്യൻറ്റ്, പോലീസ്, സിറ്റിസൺ, ലോ മേക്കേഴ്സ്, ലോ ബ്രേക്കേഴ്സ്, പ്രൊഫഷണൽ ഉണ്ട്. ഇവരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ പൊളൈറ്റ്നെസ് അല്ല കോഡ്സി ഉണ്ടാവാറുണ്ട്. ഒരു റിലേഷൻഷിപ്പിലൊക്കെ കോഡ്സി ഉണ്ടാവാറുണ്ട്, ചില എത്തിക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ഫ്രം ടുഡേ
be extremely courteous, polite and kind to each other's life, interacting with the above mentioned relationship. So ഈ പറയുന്ന റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പൊളൈറ്റ് ആവുക, കോർട്ടിയസ് ആവുക. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയുന്നൊരു തോട്ടാണ്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്, അല്ലേ? ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ചില സമയത്ത് നമുക്ക് പവർ, പൈസ ഇതൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കൊരു നല്ല രീതിയിൽ നമ്മളതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത്. നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ആളാണ്. യു ലുക്ക് നൈസ്, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്, ഐ ലൈക്ക് യു എന്നൊക്കെ പറയുന്നതാണ് എന്ത് ഈ പറയുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിലൊരു ഇത് കിട്ടുന്നുണ്ട് നമ്മളതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അതേപോലെ കോട്സി എന്ന് പറയുന്നത് ചില വാക്കുകൾ, സലാം, നമസ്തേ, അതൊക്കെ കോട്സിയാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കോട്സിയാണ്. ഫ്രണ്ട്സിൻ്റെ കാര്യം അതാണ്. കോട്സിയുടെ കുറച്ച് ടേംസ് വരുന്നത്, ഗുഡ് മാനേഴ്സ്, ഇതൊക്കെ കോട്സിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു കംഫേർട്ട് സോൺ ഉണ്ടായിരിക്കും, അല്ലേ? നമ്മളോട് എപ്പോഴും നല്ല രീതിയിൽ ചെയ്യുന്നത്. സോ നമ്മൾ ആ കംഫേർട്ട് സോണുമായിട്ട് നല്ല രീതിയിലാണ് നമ്മളെപ്പോഴും, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് കംഫേർട്ട് സോൺ എന്ന് പറയുന്നത്. അതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, ഈ കംഫേർട്ട് സോണിൽ വരുന്നതാണ്. ഇനി കപ്പിൾ. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് through marriage, one of the major types of interactions that happens in society. മാരേജിലൂടെ എന്താണ് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇത് വരുന്നത്. മാരേജ് എന്ന് പറയുന്ന യൂണിയൻ ബിറ്റ്വീൻ ടു ഫാമിലീസ്, രണ്ട് ഫാമിലീസ് തമ്മിലുള്ള യൂണിയനെ നമുക്ക് മാരേജ് എന്ന് പറയാം. അതേപോലെ അവിടെ അല്ലേ രണ്ട് ഫാമിലിയുടെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഫാമിലി വരുന്നുണ്ട്. അവിടെ ഒരുപാട് ഇൻ്ററാക്ഷൻസ് വരുന്നുണ്ട്, അല്ലേ, മെമ്പേഴ്സ് തമ്മിൽ. അതേപോലെ അവിടെ പോസിറ്റീവ് ഇൻ്ററാക്ഷൻ വരുന്നുണ്ട്, സോഷ്യലൈസേഷൻ വരുന്ന, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്വാളിറ്റീസ്, ഇതൊക്കെ നമ്മൾ മാരേജിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ മാരേജ് എന്ന് പറയുന്നതും വളരെയധികം നല്ലൊരു എന്താ പറയുക ഇതാണ്, ഒരു സ്റ്റേജാണ്. അപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിലുള്ള ഇൻ്ററാക്ഷൻ. അതേപോലെ നമ്മൾ അവിടെ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊരിക്കലും ഈ മാരേജ് എന്ന് പറഞ്ഞാൽ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ക്ലാസ് കിട്ടിയിട്ടൊന്നുമല്ല പലരും മാരേജ് ചെയ്യുന്നത്. സോ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. നമുക്ക് പല എക്സ്പെക്റ്റേഷൻസ് ചിലപ്പോൾ ഉണ്ടാവാതില്ലാതെ വരുമ്പോഴൊക്കെയാണ് ഇവിടെ കമ്മ്യൂണിക്കേഷനൊക്കെ പ്രശ്നം വരുന്നത് ഓരോന്ന്. അപ്പോൾ നമുക്ക് ഈ മാരേജ് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ഒരു ഡൈവേഴ്സൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് മാനസികമായിട്ടത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സമയത്ത് ഈ ഡോറി സിസ്റ്റം, അങ്ങനത്തെ ഡോറി ഡെത്ത്, ഡൊമസ്റ്റിക് വയലൻസ്, അങ്ങനത്തെ കേസിലൊക്കെ ഏറ്റവും നല്ലത് എന്ത് തന്നെയാണ്, ഡൈവേഴ്സ് തന്നെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ അല്ലാത്ത കേസിലൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അത് ബെറ്ററാണ്. അതല്ല എങ്കിൽ ഡൈവേഴ്സ് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും വേണം. രണ്ട് ക്യാരക്ടേഴ്സുള്ള ആൾക്കാർ മുന്നിൽ ഒരു മാരേജ് വരുന്ന സമയത്ത് അത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് കൊണ്ടുപോകണം. ഇനി നമുക്ക് ഗോൾഡൻ വാല്യൂസ് ഫോർ ഇൻ്ററാക്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഗോൾഡൻ വാല്യൂസ് പറയുന്നുണ്ട്. ഗോൾഡൻ വാല്യൂസ് ഓഫ് ഇൻ്ററാക്ഷൻ: റെസ്പെക്റ്റ് എവരിബഡി, നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക. സേ താങ്ക്സ്, നന്ദി പറയുക. സേ സോറി, സ്പീക്ക് ട്രൂത്ത്, സത്യം പറയുക. എൻജോയ് ഡൂയിങ് ലിറ്റിൽ തിങ്സ്, ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് സന്തോഷത്തോടു കൂടി ചെയ്യാം. നമ്മൾ തമാശയോടുകൂടി പെരുമാറുക. എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുക. സാറ്റിസ്ഫൈഡ് ആവുക. അവോയ്ഡ് അബ്യൂസ് ലാംഗ്വേജ്, ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാതിരിക്കുക. ലിസൺ പേഷ്യൻ്റ്ലി. ഹെൽപ്പ് അതേഴ്സ്. സ്റ്റാൻഡ് ഇൻ ക്യൂ, ലേൺ ടേബിൾ മാനേഴ്സ്, ക്യൂവിൽ നിൽക്കാൻ പഠിക്കുക. ടേബിൾ മാനേഴ്സ്. നെവർ ബൂസ്റ്റ് യുവർ റിച്ച്നെസ്, നെവർ laugh at others' inconvenience. Be able to laugh on oneself. Do not humiliate others. വളരെ ഹ്യൂമിലേറ്റ് ചെയ്യാതിരിക്കുക. Be thankful to God. Be a good human being. Step to foster social interaction. Design cooperatively structured activities.
നമ്മൾ എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ കോപ്പറേറ്റീവ് എഫേർട്സ് ക്യാൻ ഫെസിലിറ്റേറ്റ് ഇൻക്ലൂസീവ് വെർ എവരി വൺ കോൺട്രിബ്യൂട്ട് ഇൻ സം വേ. സോ നമ്മളൊരു കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്, നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടാൻ എന്ത് ചെയ്യണം, കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്, കുറച്ച് ഗ്രൂപ്പ് ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കൊണ്ടുവരിക. ഡിവൈഡ് പാർട്ടിസിപ്പൻറ്റ്, ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് പാർട്ടിസിപ്പൻസിനെ ഡിവൈഡ് ചെയ്യുക. നമുക്കൊരു ഷോർട്ട് ഏരിയാസ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്മാൾ ഏരിയ, അപ്പോൾ നമുക്ക് ഇൻ്ററാക്ഷൻ കുറച്ചുകൂടി കൂടാൻ സാധിക്കും. ചൂസ് ഇൻ്ററാക്ഷൻ മെറ്റീരിയൽസ്, നമുക്ക് നല്ലൊരു ഇൻ്ററാക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്ററാക്ട് ചെയ്യുക. ഗെയിംസ് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇൻ്ററാക്ഷൻ കുറച്ചുകൂടി രസകരമായിരിക്കും. പിന്നെ സോഷ്യൽ സ്കില്ല് നമ്മൾ പഠിക്കാൻ നമ്മൾ തന്നെ സഹായിക്കുന്നുണ്ട്. ഈ പറയുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പ് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻസിലൂടെ നമുക്ക് സോഷ്യൽ സ്കില്ല് പഠിക്കാൻ പറ്റും. പിന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സൊക്കെ നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് ഈ പറയുന്ന ഇൻ്ററാക്ഷൻസാണ്, കോപ്പറേറ്റീവ് ആയിട്ടുള്ളത്. അതേപോലെ സോഷ്യൽ സപ്പോർട്ട്, നമുക്കിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സോഷ്യൽ സപ്പോർട്ട് ലഭിക്കും. പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പിയർ കമ്പാനിയൻസ്, നമുക്ക് നമ്മുടെ കമ്പാനിയൻസിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഫോസ്റ്റർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് സോഷ്യൽ ഇൻട്രാക്ഷനെ നമ്മൾ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം അല്ലേ, ശക്തിപ്പെടുത്താം. അതിനൊക്കെ ഇതേപോലെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് സ്ട്രോങ് ആക്കാൻ പറ്റും. പിന്നെ സക്സസ് ഓഫ് ഇൻട്രാക്ഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് മൂഡ് ഓഫ് പേഴ്സൺ, നീഡ് ഫോർ ഇൻറ്ററാക്ഷൻ, ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലേ, സ്റ്റാറ്റസ് ഓഫ് ദ പേഴ്സൺ, പെർസെപ്ഷൻ, ഓരോരുത്തരുടെ ചിന്താഗതി, ഇൻ്റർപേഴ്സണൽ സ്കില്ല്, ഇതൊക്കെയാണ് നമ്മൾ ഇൻറ്ററാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ, ഇൻറ്ററാക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. ഇനി ഓരോരുത്തരും ആരോട് ഇൻ്ററാക്ട് ചെയ്യും അല്ലേ, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്പോഷർ, നമ്മൾ ആരോടാണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്, നമ്മൾ ആരാണ് കൂടുതൽ കാണുന്നത് അല്ലേ, അവരുമായിട്ട് നമ്മൾ കൂടുതൽ ഇൻ്ററാക്ട് ചെയ്യും. പ്രോക്സിമിറ്റി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഏറ്റവും അടുത്തുള്ളവരായിട്ടായിരിക്കും താമസിക്കുന്നവരായിട്ട്, നമ്മൾ അടുത്ത വീട്ടിലുള്ളവർ, അവരോടായിട്ട് നമ്മൾ കൂടുതൽ ഇൻ്ററാക്ട് ചെയ്യും. പിന്നെ നമ്മൾ സിമിലാരിറ്റി, നമ്മുടെ അതേ സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ സംസാരിക്കും. പിന്നെ ക്ലൈമറ്റ്, നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ നന്നായി സംസാരിക്കും അല്ലേ, ദുഃഖം വരുമ്പോൾ സംസാരം കുറവായിരിക്കും. അൺഫേവറബിൾ, അതേപോലെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ സാധാ ക്ലൈമറ്റും വരുന്നുണ്ട്. പിന്നെ ലെസൺസ് ഓഫ് ലൈഫിൽ നമ്മളൊരു സ്റ്റോറി പറയുന്നുണ്ട്, ഇൻസ്പിറേഷണൽ സ്റ്റോറി. അത് വളരെ ചെറിയായിട്ടുള്ള ഒരു കഥയാണ്. ദർ വാസ് എ ബ്ലൈൻഡ് ഗേൾ ഹൂ ഹേറ്റഡ് ഹേർസെൽഫ് ബിക്കോസ് ഷീ വാസ് ബ്ലൈൻഡ്. ഒരു ബ്ലൈൻഡ്, കണ്ണ് കാണാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് സ്വയം ഭയങ്കര ദേഷ്യമായിരുന്നു ആ കുട്ടീനോട് തന്നെ, കാരണം ആ കുട്ടിക്ക് കണ്ണ് കാണില്ല. അതേപോലെ ആ കുട്ടി എല്ലാവരോടും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബോയ് ഫ്രണ്ടിനെ ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ, കാഴ്ചശക്തി തിരിച്ച് കിട്ടിയാൽ ഞാൻ തന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. ഒരു ദിവസം ആരോ ആ കുട്ടിക്ക് ഒരു പെയർ കണ്ണുകൾ ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ ആ കുട്ടി കണ്ണുകൾ തുറക്കുകയാണ്, ബാൻഡേജൊക്കെ ഇതാക്കിയിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആ ബോയ് ഫ്രണ്ടിനെ കാണണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് അങ്ങനെ കുട്ടിയുടെ അടുത്ത് വന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നൗ ദാറ്റ് യു ക്യാൻ സീ ദ വേൾഡ്, ഇപ്പം നിനക്ക് ലോകം മുഴുവൻ കാണാൻ സാധിക്കും, വിൽ യു മാരി മീ, എനിക്ക് എന്നെ കല്യാണം കഴിച്ചുകൂടെ ചോദിച്ചു. ദ ഗേൾ ലുക്ക്ഡ് ബോയ് ഫ്രണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ആ ബോയ് ഫ്രണ്ട് നോക്കിയപ്പോൾ ഹി വാസ് ബ്ലൈൻഡ് ആയിരുന്നു അവൻ. അത് കണ്ടതോടുകൂടി അവൾക്ക് ഷോക്കായി. അവളത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്തു, ആ പെൺകുട്ടി ആ പയ്യനെ മാരേജ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. തോട്ട് ഓഫ് ലുക്കിംഗ് അറ്റ് ദം. റെസ്റ്റ് ഓഫ് ലൈഫ് ഈവൻ ബ്ലൈൻഡായിട്ട് ഒരാളുടെ കൂടെ ജീവിക്കാൻ ആ കുട്ടിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, ആ കുട്ടി അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദ ബോയ് ഫ്രണ്ട് ലെഫ്റ്റ് ഇൻ ടീയേഴ്സ്, കരഞ്ഞുകൊണ്ട് ബോയ് ഫ്രണ്ട് പോയി. എന്നിട്ടൊരു നോട്ട് ഈ കുട്ടിക്ക് അയച്ചു. ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ ഐസ് മൈ ഡിയർ, നിൻ്റെ കണ്ണുകൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഫോർ ബിഫോർ ദേ വർ യുവേഴ്സ് ദേ വർ മൈൻസ്,
നിൻ്റെ കണ്ണുകളാവുന്നതിന് മുന്നേ ആ കണ്ണുകൾ എൻ്റെ കണ്ണുകളായിരുന്നു. സോ എൻ്റെ കണ്ണുകളെ നീ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതാണ് ദിസ് ഈസ് ഹൗ ഹ്യൂമൻ ബ്രെയിൻസ് ഓഫൺ വർക്ക്സ് വിച്ച് യുവർ സ്റ്റാറ്റസ് ചേഞ്ച്. നമ്മുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഇതാണ്. അപ്പം കണ്ണ് കാണാത്ത സമയത്ത് അവനവന് കണ്ണ് കാണാത്ത സമയത്ത് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കാഴ്ചശക്തി കിട്ടിയപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് മാറി. അപ്പം മറ്റുള്ളവരോട് നമുക്കൊരു ഇതില്ല. അപ്പോൾ പെൺകുട്ടിക്ക് കണ്ണ് കാഴ്ചശക്തി തന്നത് ആരായിരുന്നു? ആ പയ്യൻ്റെ അല്ലേ കണ്ണുകളായിരുന്നു. ഓൺലി എ വെരി ഫ്യൂ റിമെമ്പർ വാട്ട് ലൈഫ് വാസ് ലൈഫ് ബിഫോർ. അപ്പോൾ വന്ന വഴി ആലോചിക്കുക എന്ന് പറയില്ലേ, പലരും നമ്മുടെ ലൈഫ് മുന്നേ എങ്ങനെയായിരുന്നു എന്ന് ചില ആൾക്കാർ മാത്രമേ ഓർമ്മിക്കാറുള്ളൂ. ഹു വാസ് ആൾവേസ് ബൈ ദെയർ സൈഡ് ഇൻ ദ മോസ്റ്റ് പെയിൻഫുൾ സിറ്റുവേഷൻസ്. അപ്പോൾ ഏതൊരു പെയിൻഫുൾ സിറ്റുവേഷൻസിലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ചില സിറ്റുവേഷനിൽ എന്താണ്, ചില ആൾക്കാർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല പഴയ കാര്യങ്ങൾ, അപ്പോൾ അവർ നമ്മുടെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് ഒരു സ്റ്റോറി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.